ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ കല്യാണ വീട്ടിലൊക്കെ ഈ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1.5 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ സിർക്ക കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി ഈ ചിക്കനും വെള്ളവും സെപ്പറേറ്റ് ആക്കി നന്നായിട്ട് വെന്ത് വന്നിട്ട് ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലോണം ഡ്രൈ ആക്കി എടുക്കണ്ട. ഇനി ഇതേ പാനിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ കുറവാണെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണ ചൂടായി വന്നാലും ഇതിലേക്ക് സ്ക്വയറാക്കിയിട്ട് കട്ട് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കളറ് ചേഞ്ചായി കിട്ടിയാൽ മതി. ഇനി നേരത്തെ ചിക്കൻ വേവിച്ച ആ വെള്ളത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കം ഇതുപോലെ സ്ക്വയർ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ സോയാ സോസൊക്കെ ഇട്ട് വെച്ച ചിക്കൻ്റെ ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ച് കൊടുക്കാം. ശേഷം ഒന്നുകൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഇതിനേക്കാളും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇത്രയും വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് തിക്കാക്കി എടുത്താൽ മതി. ലാസ്റ്റ് ഒന്ന് പച്ചമുളക് ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.